കണ്ടോ? പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്നപ്പോ കിട്ടിയതാ. മത്തന്റെ കുറച്ച് ഇലയും പറിച്ചു, പൂവും കൂടെ പറിച്ചു. നമുക്കിത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു തോരൻ വെച്ചാലോ? ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ടേ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം, വായോ. മത്തന്റെ തളിരില വേണം കേട്ടോ, അതാ ഒന്നും കൂടെ നല്ലത് മൂത്ത ഇലയെക്കാട്ടി. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി ചുക്കിലിയൊക്കെ നോക്കി എടുത്തിട്ട് ഇതും ഒന്ന് ചെറുതാക്കി അരിയാം, നമ്മുടെ പൂ ഒന്ന് ചെറുതാക്കി അരിയാവേ. എന്നിട്ട് നമുക്ക് തോരൻ വെക്കാം. ഇനി ഇത് നമുക്കേ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. മത്തന്റെ ഇലയും പൂവും എല്ലാം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു നുള്ളു മഞ്ഞപ്പൊടിയെ, പിന്നെ ഒരു സവോള, 2 പച്ചമുളക്, പിന്നെ ഒരു മുട്ട. ഇതൊക്കെ തന്നെ ഉള്ളേ. അപ്പം മുട്ട ചേർത്തിട്ട് നമ്മൾ തോരൻ വെക്കുന്നത്. ഇതാ കുറച്ച് ഒരു പാൻ അടുപ്പ് വെച്ചു, ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആദ്യം ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ആക്കൂടെ ഇട്ടേക്കാവേ. തേങ്ങാപ്പീര, മത്തൻ്റെ ഇല, ആ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇലക്കറികൾക്കൊക്കെ ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ, വേഗം ഉപ്പ് കയറി പിടിക്കും. ഇനി നമ്മുടെ ഇല അധികം വെന്തു ഉണങ്ങിപ്പോരുത് കേട്ടോ. തോരനൊന്ന് തുറന്നു നോക്കണ്ടേ? ഇലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഉപ്പൊക്കെ കറിയിലുണ്ട്. ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടണം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തോരൻ വെക്കും. ഇന്നത്തെ എൻ്റെ തോരൻ ഇതാട്ടോ. എന്നെ രുചിയാണെന്നറിയോ കഴിക്കാൻ. ചോറ് കുറച്ചെടുക്കുക, ഇതുപോലെയുള്ള തോരനും ഇലക്കറികളൊക്കെ കൂടുതൽ എടുക്കുക, എന്നിട്ടങ്ങ് കഴിക്കുക. നോക്കിക്കേ, മത്തൻ്റെ പൂവും ഇലയും അതുപോലെ തന്നെ മുട്ടയും കൂടെ ഉള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ആണോ എന്നൊന്ന് പറയുകയും വേണം കേട്ടോ. നല്ല ഒരു സൂപ്പർ തോരൻ കേട്ടോ. നല്ല ഹെൽത്തി ആണല്ലോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അല്ലേ. മുട്ടയൊക്കെ ചേർക്കുമ്പം അവർക്ക് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.